ഈ ഇന്ത്യൻ നാട്ടിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇവിടുത്തെ സ്കൂളുകളിൽ പഠിച്ചിറങ്ങി ചങ്കോട് ചേർത്ത് വെച്ച് കൈനീട്ടിപ്പിടിച്ച് ഓരോ ദിവസവും ഏറ്റുവാങ്ങിയ പ്രതിജ്ഞ എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്നേറ്റു പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്യം പോലെ തന്നെ ഞങ്ങളുടെ ചങ്കിന്റെ ഉറപ്പായി മാറിയത് കൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, വീടില്ലാത്ത, രോഗം വന്നാൽ ചികിത്സിക്കാൻ ഇടയില്ലാത്ത ഇന്ത്യയുടെ കുഗ്രാമങ്ങളിലേക്ക് ജീവിതം പണയം വെച്ച് തീരെഴുതി വെച്ച് മാറിപ്പോകുന്നത് ഞങ്ങൾ ഈ ഭരണഘടനയെയും ഇന്ത്യൻ പ്രതിജ്ഞയെയും ഒക്കെ ഞങ്ങളുടെ ശൈശവകാലത്തിൽ തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ്. മറിച്ച് ഞങ്ങൾ ഇട്ടെറിഞ്ഞു പോന്ന, ഞങ്ങൾ പറഞ്ഞു പോന്ന, ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എന്തെങ്കിലും ശേഖരിച്ചു വെക്കാനോ, ഞങ്ങളായിരിക്കുന്ന സന്യാസിനി സമൂഹത്തിന് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ ആണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തെറ്റി. എന്റെ മാറി മാറി വരുന്ന ഭരണവർഗങ്ങൾ ഈ അവകസ്വത മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവിടെ വേണ്ടത് വേണ്ട വിധത്തിൽ ഭരണഘടനയെ അനുവദിക്കുന്നത് പോലെ ചെയ്തു കൊടുത്തിരുന്നു എങ്കിൽ ഈ ഒരു കഷ്ടപ്പാട് ഇഷ്ടത്തോടെ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ പോലെയുള്ളവർ മറ്റു നാടുകൾ തേടിപ്പോകുമായിരുന്നു. ചുരുക്കം ചിലരുടെ കൈകളിൽ മാത്രം സ്വാതന്ത്ര്യമെല്ലാം അവർക്ക് മാത്രം അനുഭവിക്കാനുള്ളതായി മാറുമ്പോ സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യം എന്ന വാക്ക് കേട്ടുകേൾവി മാത്രമായിരിക്കുന്ന ദുർഘട പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് മതപരിവർത്തനത്തിനപ്പുറം മനപരിവർത്തനം കൊടുത്തുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ മനുഷ്യരെ പഠിപ്പിച്ചെടുക്കുന്നത് ആരെയാണ് വിരൽ പിടിപ്പിക്കുന്നത്? നിങ്ങളുടെ ഏത് അധികാര കേന്ദ്രങ്ങളെയാണ് വിറപ്പിക്കുന്നത്? ഞങ്ങൾ പാവങ്ങളല്ലേ? ഏകദേശം ഇന്ത്യയുടെ കണക്കെടുത്ത് വെച്ചാൽ 1 ലക്ഷത്തിൽ അടുത്തു വരുന്ന ഈ സന്യാസിനികൾ ആരെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു സ്നേഹത്തിന്റെ മുദ്ര കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ പറയാം. ഇവിടെ ആരെയും ഞങ്ങൾ പഠിക്കുന്നില്ല. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തന സ്വാതന്ത്ര്യ മേഖലകളിൽ എത്രയോ വിമർശനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, എത്രയോ വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു. അവിടെയൊക്കെയും ഞങ്ങൾ മൗനമാണ് പാലിച്ചത്. മൗനം കൊണ്ട് ജീവിതത്തെ വെട്ടിപ്പിടിച്ച മുനിമാരെ പോലെ മനസ്സ് കർത്താവിലർപ്പിച്ച് മൗനം പാലിച്ചവരാണ് ഞങ്ങൾ. ഇന്നിവിടെ ഞങ്ങൾ പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രം അന്വേഷിച്ചു വരുന്ന ഓരോ ചരിത്ര വിദ്യാർത്ഥിയും പിൻതലമുറക്കായി വരുന്ന സമർപ്പിത സന്യസ്തരുമൊക്കെ, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം പഠിക്കുന്ന ഓരോ വ്യക്തിയും ചോദിക്കും, എന്തേ ഭരണഘടന ഇങ്ങനെ വികലമാക്കപ്പെട്ടപ്പോൾ നിങ്ങൾ നിശബ്ദരായിരുന്നു? ഇവിടെ സമർപ്പിതർ നിസ്വാർത്ഥമായി സഹകരിച്ചതുകൊണ്ടും സേവനം ചെയ്തതുകൊണ്ടും ശുശ്രൂഷ ചെയ്തതുകൊണ്ടുമാണ് പലരും ഇത്ര വൃത്തിയായിട്ട് വായിക്കാനും എഴുതാനും ഞങ്ങൾക്കെതിരെ ആസൂത്രണങ്ങൾ വളരെ പക്വതയോടെ മെനഞ്ഞെടുത്തുവെന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാനും തക്ക വിധത്തിൽ വളർന്നു വന്നത്. ഇങ്ങനെ അക്ഷരാഭ്യാസം പഠിപ്പിച്ച നാൾ മുതൽ, കലകളിൽ പ്രചോദനം കൊടുത്ത നാൾ മുതൽ, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയ നാൾ മുതൽ ഈ മതപരിവർത്തനം ഞങ്ങളുടെ അജണ്ടയായിരുന്നു എങ്കിൽ എന്തേ പണ്ടേ തന്നെ ഈ ഇന്ത്യ ഒരു ഹിന്ദുമതമായി മാറുമായിരുന്നില്ല. ഇവിടെയുള്ള എല്ലാവരും പഠിച്ചിറങ്ങിയത്, പകുതി മുക്കാലും പഠിച്ചിറങ്ങിയത് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും ക്രൈസ്തവ സഭയും നടത്തുന്ന വിദ്യാലയങ്ങളിലൂടെയല്ലേ? ആതുര ശുശ്രൂഷയുടെ ആദ്യ പാഠങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? ചരിത്രം പഠിക്കുക. ഇന്നലെ മുളച്ചു പൊങ്ങിയതൊന്നുമല്ല ഈ സന്യാസം. അതിന് ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പവിത്രതയോളം പഴക്കമുള്ളതാണ്. ഇട്ടിരിക്കുന്ന തിരുവസ്ത്രം എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണത്തിന്റെ പ്രതീകമായിട്ട്, ക്രിസ്തുവിനോടുള്ള അഗാധ പ്രണയത്തിന്റെ ഭാഗമായിട്ട് എടുത്തണിഞ്ഞ വസ്ത്രമാണ്. ഇത് ധരിച്ച് ബോധപൂർവം സ്വാതന്ത്ര്യത്തോടെ ഏത് സമയവും ഇന്ത്യയുടെ പൊതുനിരത്തുകളിൽ ഞങ്ങൾക്ക് ഇറങ്ങി സഞ്ചരിക്കാൻ ആരുടെയും ഔദാര്യത്തിന്റെ ആവശ്യമുള്ളതല്ല. ഇത് ആരും പറഞ്ഞു തന്ന് ഭീഷണിപ്പെടുത്തി പഠിപ്പിച്ചെടുത്ത് കിട്ടിപ്പിച്ചതുമല്ല, മറിച്ച് ഇതൊരു സ്നേഹത്തിന്റെ സൂത്രവാക്യമാണ്. അർഹതയില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വർഗങ്ങളെ കാണുമ്പോൾ അധിക്ഷേപമില്ലാതെ സ്നേഹത്തോടെ ആവശ്യപ്പെട്ടവർക്ക് ഉള്ളത് പകർന്നു കൊടുക്കാൻ പഠിപ്പിക്കുന്ന ധീരതയുള്ള വ്യക്തിത്വം. മറിച്ച്
അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടു. ജീവിതത്തിന് പ്രതീക്ഷയില്ല എന്ന് തിരിച്ചറിയുന്ന ഏതെങ്കിലുമൊക്കെ ജന്മങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നത് പേര് നോക്കിയിട്ടല്ല, നാള് നോക്കിയിട്ടല്ല, അവരുടെ വീട്ടിൽ വച്ചിരിക്കുന്ന ഈശ്വരന്റെ രൂപം നോക്കിയിട്ടല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ അവനവന്റെ രക്തത്തിൽ ഒഴുകുന്നതെല്ലാം ചൂടുരക്തം, ചോരയെല്ലാം ചുമലയാണ് എന്ന് പറഞ്ഞതുപോലെ ആവശ്യക്കാരന്റെ മുമ്പിൽ അപ്പമായി അവതരിക്കുന്നതാണ് ക്രൈസ്തവകത തന്നെ. ഈശോയെ ഒന്ന് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോ ഏത് എന്ന് ചോദിച്ചാൽ, ഈശോയുടെ ജീവിതത്തിന്റെ ഭാവം ഏതെന്ന് ചോദിച്ചാൽ, ഇത്രയും ചങ്കൂറ്റമുള്ള ഒരു 33 വയസ്സുകാരനെ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തുവാണെങ്കിൽ ഞാൻ മാറിത്തരാം. ഒറ്റപ്പെടുത്തപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തവനാണ് ക്രിസ്തുനാഥൻ. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്തിട്ട് ഒറ്റിക്കൊടുത്തവന് പോലും വിഭജിച്ചു കൊടുത്തു. തിന്നു വളരന്റെ ശരീരം, കുടിച്ചു വളരന്റെ രക്തം എന്ന് പറഞ്ഞ ഒരു തമ്പുരാനെ ദൈവമായിട്ട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതാണ് ഞങ്ങളുടെ ചരിത്രം. അവിടെ ക്ഷമ മാത്രമേ ഉള്ളൂ. വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, കോപമില്ല, അസൂയയില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ അവനവന്റെ ഹൃദയത്തിൽ നടക്കുന്ന വക്രത്തരങ്ങളുടെ വെച്ച് വായിച്ചു നോക്കുന്നതും കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് മാറി ചിന്തിക്കട്ടെ. ഇവിടെ ഭരണവർഗം മാത്രം ജീവിച്ചാൽ മതിയോ? ആൾ കൂടുതലുള്ള വർഗങ്ങൾ മാത്രം, ഭൂരിപക്ഷ വർഗം മാത്രം ജീവിച്ചാൽ മതിയോ? പ്രതിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണ്ടേ? അവിടെയല്ലേ സൗന്ദര്യമുള്ളത്, അവിടെയല്ലേ സ്വാതന്ത്ര്യമുള്ളത്, അവിടെയല്ലേ സമത്വമുള്ളത്, അവിടെയല്ലേ നമ്മൾ എഴുതി കെട്ടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ജീവിതം ഉണ്ടാകുന്നത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട 2 സഹോദരിമാര് ജയിലറകളിലായിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ അഗാധതയിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും അവരെ പ്രതി മറ്റുള്ളവരോട് ക്ഷമയും ചോദിക്കുന്നതോടൊപ്പം ഈ സ്വരമുയർത്തുന്നുണ്ട് എങ്കിൽ, ഇന്ന് നമ്മളോടൊപ്പമുള്ള കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു വളർന്നതും കാഞ്ഞിരപ്പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങൾ കൊണ്ട് ജീവിതം തീർക്കുകയും ചെയ്യുന്ന എന്റെ എല്ലാ സമർപ്പിതരുടെയും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഈ നാടിന്റെ സ്പന്ദനത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതി പുലരണം, സമാധാനം ഉണ്ടാകണം, സമത്വം നടമാടുക തന്നെ വേണം. മാറ്റത്തിനായി ഊറ്റം കൊള്ളുമ്പോഴും മാറ്റേണ്ടതിനെ മാറ്റാതെ ചില മലക്കം മരിച്ചിലുകൾ മാത്രം നടത്തുന്ന പതിവ് ശൈലി വിട്ട് അധികാര കേന്ദ്രങ്ങൾ ഇറങ്ങി വരണം. പാവപ്പെട്ടവന്റെ നിലവിളിക്ക് ഉത്തരമാകണം. നിഷേധിക്കപ്പെടുന്ന നീതി നിങ്ങൾ തരിക തന്നെ വേണം. ഒരു സ്റ്റാൻ സ്വാമി മൺമറഞ്ഞു പോയിട്ട് അധിക കാലമായില്ല. അതാണ് ഞങ്ങളെ ഭീതിപ്പെടുത്തുന്നത്. നിസ്വാർത്ഥ ജീവിതം നയിച്ച് ജയിലറയ്ക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ 2 സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത ചങ്കൂറ്റമുള്ള 2 തീരുമാനങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം രക്തസാക്ഷിത്വമായി മാറപ്പെടുമോ? അത് ഞങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ട് എങ്കിലും രക്തസാക്ഷികളുടെ ചുടുനിരത്തിൽ വളർന്നു വന്നതാണ് ക്രൈസ്തവ സഭ എന്നത് വീണ്ടും വീണ്ടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീറോ ചക്രവർത്തിയുടെ കാലം മുതലുള്ള ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ചു വന്നാൽ ഈ ക്രൈസ്തവ സഭ എങ്ങനെ വളർന്നു? ഏത് തലതൊട്ടപ്പനുണ്ടായിരുന്നു ഇതിനെ വളർത്താൻ? സ്നേഹം എന്ന് പറയുന്ന അമൂല്യമായ വിത്ത് മാത്രം കൊണ്ട് ഇത് വളർന്നു വന്നതാണ്. സ്നേഹമാകുന്ന വിത്തിൽ ക്ഷമയാകുന്ന മരം വളർന്ന് സമാധാനമാകുന്ന ഫലം പുറപ്പെടുവിച്ച് പല കുടുംബങ്ങൾക്കും അത്താണിയായി മാറാൻ തക്കവിധം മക്കളെ വളർത്തിയെടുത്ത ഒരു ചരിത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. ഓരോ പീഡനവും ഓരോ വിശുദ്ധരെ സഭയ്ക്ക് പ്രദാനം ചെയ്തു. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാലും ഇതുതന്നെ സത്യം. പീഡകരൊന്നും പീഡകരായി തന്നെ മൺമറഞ്ഞു പോയിട്ടില്ല. പീഡകരൊക്കെ പീഡിപ്പിച്ചത് എന്തിനെന്ന് തിരിച്ചറിഞ്ഞ് നിലവിളിച്ച് ക്ഷമ ചോദിച്ച് ഉത്തരം പറഞ്ഞ് ക്രിസ്തുവാണ് ദൈവമെന്ന് ഏറ്റുപറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നതിന് നമ്മുടെ കാലം തന്നെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ സുവിശേഷത്തിലേക്കും ലേഖനത്തിലേക്കും ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും അധികം സഭാപീഡിതരെ ഉണ്ടാക്കിയെടുത്ത് ബോധപൂർവം കൊന്ന് മാറ്റിയിരുന്ന സാവൂൾ, പൗലോസായി മാറിക്കൊണ്ട് ഏറ്റവും കൂടുതൽ
സുവിശേഷ പ്രഘോഷണം നടത്തി സഭയെ തിരിച്ചുപിടിച്ച് വളർത്തി വലുതാക്കിയ ഒരു വിശുദ്ധനും മഹാപണ്ഡിതനുമൊക്കെയായി. സ്നേഹമുള്ളവരെ, കാഞ്ഞിരപ്പള്ളിയിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരെന്ന് പറയുന്നത് അത് വെറും ഒരു സമൂഹത്തിന്റെ മാത്രമല്ല. കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന നാട് ഇന്ത്യയില്, ലോകത്തിലെ എവിടെ അറിയപ്പെട്ടാലും ഇവിടുത്തെ ഈ കുരിശുരൂപവും അക്കരപ്പള്ളിയും ഒക്കെ തരുന്ന പുണ്യമായ ചൈതന്യം ജാതി മതഭേദം നോക്കാതെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുന്ന അക്കരെ അമ്മയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും കൊണ്ട് സമൃദ്ധമായ ഒരു നാടാണ്. നമുക്കിവിടെ കൈകോർക്കാം, കണ്ണീരോടെ പ്രാർത്ഥിക്കാം. ആ സമർപ്പിത സഹോദരങ്ങളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് യഥാർത്ഥ സമാധാനവും സന്തോഷവും ഓരോ കുടുംബങ്ങളും വ്യക്തികളും അനുഭവിക്കുന്നതിനും. ക്രൈസ്തവ സമർപ്പിതർ നടത്തുന്നത് മതപരിവർത്തനമല്ല, മനപരിവർത്തനത്തിലൂടെ എത്താവുന്ന അത്രയും ഉന്നതിയിലേക്ക് ഓരോ വ്യക്തിയെയും കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ പ്രാർത്ഥനാപൂർവമായ സേവനപൂർവമായ സമാധാനപൂർവമായ ക്ഷണമാണ്. ഇവിടെ ആ സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു ജനക്കൂട്ടത്തെ ഞാൻ കണ്ടു. അവിടെ ഗവൺമെന്റ് സാലറി മേടിച്ചിട്ട് ജനക്കൂട്ടത്തെ വിട്ടുകൊടുത്തിട്ട് വളരെ സ്വസ്ഥരായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും കണ്ടു. അതൊക്കെ കാണുമ്പോൾ കണ്ണു തുറക്കാനും ചിന്തിക്കാനും തിരുത്തി എഴുതുവാനും തീരുമാനമെടുക്കുവാനും നമുക്ക് സമയമിതാ ആസന്നമായി വരുന്നു. ഈ 10 വർഷത്തെ ചരിത്രമല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം മുഴുവൻ, ഭരണഘടനാ ചരിത്രം മുഴുവൻ എടുത്തു നോക്കി, തിരിച്ചു നോക്കി, തിരിഞ്ഞു നോക്കി, തിരിച്ചറിഞ്ഞ് തിരുത്തി എഴുതി തീരുമാനമെടുത്തുകൊണ്ട് വ്യക്തമായ ക്രൈസ്തവ ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാ യുവ സഹോദരങ്ങൾക്കും സമുദായ നേതാക്കന്മാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നെ പ്രതി പീഡ അനുഭവിച്ചപ്പോൾ അത് പണ്ടേ തന്നെ പറഞ്ഞു വെച്ച വചനവുമായി ഞാൻ ചേർത്ത് വായിക്കുന്നു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം ഒരുക്കി കൊടുക്കുക, നഗ്നനെ ഉടുപ്പിക്കുക, കാരാഗ്രഹത്തിലായിരിക്കുന്നവനെ സന്ദർശിക്കുക. ഈ കാരുണ്യ പ്രവർത്തികളുടെ മേലിൽ ഞങ്ങളെ അങ്ങ് ക്രൂശിക്കുകയാണെങ്കിൽ ക്രൂശിച്ചോടെ, പക്ഷേ ഭരണഘടന വികലമാക്കപ്പെടാൻ പാടില്ല. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഈ ഇന്ത്യയുടെ മണ്ണിൽ സകല സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യേകമായ ഗൂഢ ലക്ഷ്യത്തിന്റെ അജണ്ടയുടെ പിന്നാമ്പുറങ്ങളിൽ ജയിലറകളിലായിരുന്നു വിഷമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്കും അവരുടെ കോൺഗ്രിഗേഷനും അവരുടെ കുടുംബത്തിലുള്ളവർക്കും സ്നേഹിതർക്കും അവരെ പ്രതി വിലപിക്കുന്ന മനുഷ്യ സ്നേഹികളായ സകലർക്കും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടും, ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. കേട്ടുപഠിച്ചതും പറഞ്ഞു വെച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ പ്രതിജ്ഞയും ഭരണഘടനയും ഒക്കെ നമ്മൾ മൺമറഞ്ഞു പോയാലും എന്നെന്നും നിലനിൽക്കുവാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷയും ഒരു തീർത്ഥാടനത്തിന്റെ ലഹരിയിൽ ഈ ക്രിസ്തുനാഥൻ അവസാന വാക്യം പറയുമ്പോൾ പീഡിപ്പിച്ചവൻ പറയുന്ന ഒരൊറ്റ വാക്യമുണ്ട്, ശതാധിപൻ പറയുന്ന ഒറ്റ വാക്യം. അതൊക്കെ കാലാന്തരത്തിൽ നീ സത്യമായും നീതിമാനായിരുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാ കോമരങ്ങളും മാറുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.